അതാണ് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വളർച്ച. കാര്യം മാജിക് ഫ്രെയിംസിലെ നമ്മുടെ സിനിമകളിലെല്ലാം നോക്കുന്ന ആളാണ് അഖില്, സന്തോഷ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ ടാസ്ക് ആരെടുക്കും? അപ്പം അഖിലിനെ സംബന്ധിച്ച് അഖില് കുറച്ച് ജൂനിയറാണ്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത്ര ദിവസമുള്ള ഒരു കുട്ടി വരണം, അപ്പം അഭിനയിക്കണം, ഒപ്പം ഉണ്ടാവണം. അപ്പൊ ഇത് പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടുമെന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ടും നമ്മുടെ ഒരു വിഷമം ഈ സ്ക്രിപ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു, സാറേ ശമ്പളം കൂട്ടി തന്നാൽ മതി, ഞാൻ ആ ടാസ്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അഖില് അപ്പോൾ ആ ടാസ്ക് ഏറ്റെടുക്കുകയും നിവിനോടും കൃത്യമായിട്ട് പറഞ്ഞു, കൊച്ച് ഇന്ന ദിവസത്തെ ഏകദേശം ഇതാവും, അപ്പോൾ നിവിനത് കറക്റ്റായിട്ട് ഡേറ്റ് തരണം, പണി വരരുത്, ഇതെല്ലാം. അല്ലെങ്കിൽ സാധാരണ രീതിയിലെ ഡേറ്റുകൾ ഇപ്പോൾ ഒക്കെ മാറിപ്പോകല്ലോ, പ്രീവിയസ് സിനിമകളുടെ എന്തെങ്കിലും ഡേറ്റ് ക്ലാസ് കൊണ്ടിട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അത്രയും അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഒരു ഭാഗം നിലയിൽ അഖിലിന്റെയും വൈഫിന്റെയും ഒക്കെ ഒരു എഫോർട്ട് മൂലമാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ കുട്ടീനെ കിട്ടുകയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൂട്ട് നടക്കുകയും ചെയ്തത്. ബാക്കി ഡയറക്ടർ